നമുക്ക് എ റഹീം എന്ന് പറയുന്ന രാജ്യസഭ എം പിയോട് ബഹുമാനമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ ശരിയായി കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം അത്ര മോശക്കാരനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കേൾക്കാം. അതായത് ഭരണമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഭരണം വേണ്ട, ഞങ്ങൾക്ക് ചെങ്കൊടിയുണ്ട്, ഞങ്ങൾക്ക് ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് നടക്കാം. ഈ ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് കാലങ്ങളോളം പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനത്ത് നടന്നതാണ്, ത്രിപുര എന്ന സംസ്ഥാനത്ത് നടന്നതാണ്, ആന്ധ്രാപ്രദേശ് വിഭജിക്കപ്പെടുന്നതിന് മുൻപ് അവിടെയും നടന്നതാണ്, കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നു. എന്ത് നേടി? പാർട്ടി എവിടെ? CPM എവിടെ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എവിടെ നിൽക്കുന്നു? ഈ ചെങ്കൊടി ഒന്ന് കയ്യിൽ ഏന്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ യുവജനത കത്തിക്കയറും. ഞങ്ങൾ അഗ്നിയാണ്, തീയാണ്, ഞങ്ങൾ എന്താണ്, പുകപടലമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറഞ്ഞ് തീർക്കുകയാണ്. അതായത് പരാജയമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, പരാജയങ്ങളിൽ നിന്ന് ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും, ഫീനിക്സ് പക്ഷിയെ പോലെ, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. എൻ്റെ പൊന്നു സഖാവേ, ഇനിയും ഈ വാഗ്ധോരണി നിർത്തുക, ഈ നാക്കുകൊണ്ടുള്ള എക്സർസൈസ് അഭ്യാസം നിർത്തുക. ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുക, ജനങ്ങളെ മനസ്സിലാക്കുക. പാർട്ടി സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ പാർട്ടി മന്ത്രിയാണ് എന്ന് പറഞ്ഞ് മസിലും പിടിച്ച് ആൾക്കാരുടെ നേരെ തട്ടിക്കയറുകയും വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുകയും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാലൊന്നും ജനങ്ങൾ പഴയതുപോലെ കേൾക്കില്ല. നിങ്ങളുടെ ഈ പറഞ്ഞ ചെങ്കൊടി കയ്യിൽ ഏന്തുന്നവൻ പോലും ആ ചെങ്കൊടി കൊണ്ട് നിങ്ങളുടെ തലക്കടിക്കും, ആ വടി കൊണ്ട് നിങ്ങളുടെ തലക്കടിക്കും. ഉറപ്പായിട്ടും വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും ആ ചെങ്കൊടി ചുരുട്ടി ഇവിടുത്തെ സഖാക്കളെ ഇവിടുന്ന് തല്ലി ഓടിക്കുന്ന ആ ഒരു അവസരം വരും, അല്ലെങ്കിൽ ആ ഒരു സമയം വരും എന്ന കാര്യം വ്യക്തം. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ചെങ്കൊടി പിടിച്ചുകൊണ്ട് നടന്നു, വിപ്ലവ വീര്യമാണ്, ഞങ്ങൾ രക്തദാഹികളാണ്, അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രക്തദാഹികളാണെന്ന് എൻ്റെ വായിൽ നിന്ന് വീണ് പോയതാകട്ടോ, അല്ലെങ്കിൽ നാടിന് വേണ്ടി ചോര കൊടുത്തവരാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പഴയകാല മുദ്രാവാക്യം, തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടിയ കുറുവടി മുളവടി ഏന്തിയ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ കാലഹരണപ്പെട്ടു പോയി. അങ്ങൊരു ചെറുപ്പക്കാരനല്ലേ എ റഹീം. ഇപ്പം പിണറായി വിജയനെ പോലെ പ്രായമുള്ള ഒരാളൊന്നും അല്ലല്ലോ, ഒരു യുവരക്തമാണെന്നല്ലേ പറയുന്നത്. ഇത്തരം വലിയ ആക്രോശങ്ങളൊക്കെ നടത്താൻ എളുപ്പം കഴിയും. ഇതേ രീതിയിൽ തന്നെ നാട്ടുകാർ ചെങ്കൊടി വെച്ച് നിങ്ങളുടെ തലക്കടിക്കും. ചെങ്കൊടിയൊന്നും കാണാനേ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ഈ ചെങ്കൊടിയാണ് ഞങ്ങളുടെ വികാരം, ഈ ചെങ്കൊടിയാണ് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെയൊന്നും നിങ്ങളാരും ഉൾക്കൊണ്ടിട്ടില്ല, അതിവിടെ പ്രാവർത്തികമാക്കുന്നില്ല. ലോകത്തൊരിടത്തും കമ്മ്യൂണിസം വിജയിച്ച ചരിത്രമില്ല. ഉണ്ടോ? ഇല്ല. ഒരു രാജ്യത്തുമില്ല. റഷ്യയിലില്ല, റൊമേനിയയില്ല, ഹംഗറിയിലില്ല, പോളണ്ടിലില്ല. അവരൊക്കെ നിങ്ങൾ പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർ മെക്സിക്കോയിൽ കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിന്നൊക്കെ വിട്ടുമാറി അവരവരുടേതായ സ്വന്തമായ ആശയങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ സ്വരൂപിച്ച് കൂട്ടിയ പാർട്ടി കൂട്ടങ്ങളാണ്. അതൊന്നും കമ്മ്യൂണിസമല്ല. കമ്മ്യൂണിസമാണെന്ന് അറിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ ഐക്യനാടുമൊന്നും വിസ പോലും തരില്ല. ആ അവസ്ഥയിലെത്തി. ഇനിയും ചെങ്കൊടിയും പിടിച്ചുകൊണ്ട്, ചെങ്കൊടി ആവേശമാണ്, തീയാണ്, അഗ്നിയാണെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ നാണവും മാനവും ഇല്ലേ എന്ന് പ്രിയപ്പെട്ട എ റഹീം സഖാവിനോട് ചോദിച്ചുകൊള്ളുന്നു.